കണ്ണൂരിൽ CPM-നെ പ്രീതിപ്പെടുത്താൻ പോലീസിന്റെ ഇരട്ടത്താപ്പ്. കണ്ണപുരത്ത് BJP സ്ഥാപന ദിനത്തിന്റെ ഭാഗമായി ഉയർത്തിയ കൊടിമരം നേതാക്കളെ പോലും അറിയിക്കാതെ രാത്രി 12 മണിയോടെ പോലീസ് നീക്കുകയായിരുന്നു. ഇതിന്റെ 100 മീറ്റർ അകലെയുള്ള CPM ജില്ലാ സമ്മേളന ബോർഡുകൾക്കെതിരെ നേരത്തെ തന്നെ പരാതികൾ ഉയർന്നെങ്കിലും ഒരു നടപടിയും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിനിടെയാണ് BJP ഉയർത്തിയ കൊടിമരം മണിക്കൂറുകൾക്കകം പോലീസ് നീക്കിയത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, BJP-യുടെ കൊടി പോലീസ് രാത്രി 12 മണിയോടുകൂടി തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ സമീപത്തുണ്ടായിരുന്ന CPM ഫ്ലെക്സ് ബോർഡുകളോ മറ്റോ പോലീസ് തൊട്ടിട്ടില്ല. ഇതിൽ തന്നെ ഇരട്ടത്താപ്പ് വ്യക്തമാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്? BJP-യുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി ചൈന ക്ലേ റോഡിൽ ഒരു കൊടിമരം സ്ഥാപിച്ചത്. മുൻപ് പല തവണയും അവിടെ BJP കൊടിമരം സ്ഥാപിച്ചിരുന്നെങ്കിലും 5 തവണ ഇത് തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയും കൊടിമരം സ്ഥാപിച്ചു. തുടർന്ന് പ്രവർത്തകർ ഇത് ആരാണ് തകർക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി കാവലിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഏതാണ്ട് 12 മണിയോടുകൂടി കണ്ണപുരം CA-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസ് അവിടെ എത്തുകയും കൊടിമരം പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് തന്നെ പൊട്ടിച്ച് കൊണ്ടുപോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. ഇതിലും വലിയ പ്രതിഷേധം ഈ സംഭവത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം ഈ കൊടിമരത്തിന് ഏതാണ്ട് 100 മീറ്റർ അകലെയാണ് മാസങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ അടക്കം ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇത് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പരാതികൾ അടക്കം കൊടുത്തതാണ്. എന്നാൽ CPM-ന്റെ ബോർഡുകളിൽ തൊടാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അതിനു പകരം BJP സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ആ പ്രദേശത്ത് സ്ഥാപിച്ച കൊടിമരം പൊട്ടിച്ചു കൊണ്ടുപോകാനാണ് പോലീസ് തയ്യാറായത്. പോലീസ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്, രാഷ്ട്രീയത്തിന്റെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. കാരണം BJP-യുടെ കൊടികൾ തകർക്കുകയും CPM-ന്റെ കൊടികൾക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് BJP നേതൃത്വം ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് BJP-യുടെ തീരുമാനം. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മുൻപ് 5 തവണയും തകർക്കപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിനെ തുടർന്നാണ് പ്രവർത്തകർ കാവൽ നിന്നത്. അങ്ങനെയെങ്കിൽ പ്രാദേശിക നേതാക്കളെ അറിയിച്ചതിന് ശേഷം വന്ന് വേണം ഇത്തരമൊരു കൊടി നീക്കം ചെയ്യാൻ. ഈ അർദ്ധരാത്രി വന്ന് കൊടി നീക്കം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളാണോ ഈ കൊടി തകർത്തതെന്നൊരു സംശയം ഉണ്ടാവുക. അത് പിന്നീട് രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പോലീസ് തന്നെ വന്ന് ഈ കൊടിമരം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ, അതായത് BJP പ്രവർത്തകർ കണ്ടില്ലായിരുന്നെങ്കിൽ അവിടെ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഈ പോലീസിന്റെ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഇരുട്ടിന്റെ മറവിൽ വന്ന് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് ഒരു പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ് എന്നൊരു വിമർശനം തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഏതായാലും BJP നേതൃത്വം സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേവിക.